വെറുപ്പ് മാത്രം. രചന ശ്രീ. നിനക്കിപ്പോ എന്ത് തോന്നുന്നു അനുപമ? ഒരുപാട് സന്തോഷം തോന്നുന്നു രാജീവ്. പറയുന്നതോടൊപ്പം തന്നെ രാജീവിന്റെ കവളിലേക്ക് അതരങ്ങൾ അമർത്തിയിരുന്ന അനുപമ രജിസ്റ്റർ ഓഫീസിന്റെ മുമ്പിൽ നിന്ന് ആളുകളും ഉദ്യോഗസ്ഥരും അവരെ സൂക്ഷിച്ചു നോക്കി. രാജീവിന്റെ മുഖവും അല്പം കൂർത്തു. സോറി, അവൾ മെല്ലെ പറഞ്ഞു. അങ്ങനെ അനുപമ രവിശങ്കർ, ഒടുക്കം അനുപമ രാജീവായിരിക്കുന്നു. അനുപമയുടെ ഇടുപ്പിൽ ഒന്ന് നുള്ളിക്കൊണ്ട് ആ സാഹചര്യം അല്പം തണുപ്പിക്കാൻ എന്നതുപോലെ രാജീവ് പറഞ്ഞു. വീട്ടുകാരെ എതിർത്തുകൊണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അനുപമയും രാജീവും. എങ്കിലും പൊതുമധ്യത്തിൽ വെച്ചുള്ള ഇത്തരം സ്നേഹപ്രകടനങ്ങളൊന്നും തീരെ ഇല്ലാത്ത ആളാണ് രാജീവ്. ആ നാട്ടിലെ തന്നെ പേരുകേട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ജൂനിയർ ഡോക്ടറാണ് അനുപമ. രാജീവ് അവിടുത്തെ സീനിയർ ഡോക്ടറും. അതിൻ്റെതായ പ്രായവ്യത്യാസം ഇരുവരും തമ്മിലുണ്ട്. രാജീവിന് പ്രായം 37 എന്നാൽ അനുപമയാണെങ്കിലോ 26 തുടക്കത്തിലും. ഒരിക്കൽ നോക്കിയാൽ വീണ്ടും വീണ്ടും നോക്കാൻ തോന്നുന്നത്ര സൗന്ദര്യമാണ് രാജീവിന്. നല്ല കട്ടിയുള്ള താടിയും മീശയും, സ്വതവേ ചീകി ഒതുക്കിയ മുടിയും, എപ്പോഴും ഭംഗിയായി വസ്ത്രം ധരിച്ച് മനോഹരമായ ചിരിയോടെ എല്ലാ സ്റ്റാഫിനോടും ഒരുപോലെ ഇടപെടുന്ന രാജീവിനെക്കുറിച്ച് ആശുപത്രിയിലും വളരെ നല്ല മതിപ്പാണ്. അയാളുടെ ഇത്തരം സവിശേഷതകളിലും മാധുര്യം നിറഞ്ഞ സംസാരത്തിലുമാണ് എപ്പോഴോ അനുപമയും അയാളെ പ്രണയിച്ചു തുടങ്ങിയത്. വളരെ പേരുകേട്ട കുടുംബമായ നന്ദിർശ്ശേരിയിലെ ഒരേയൊരു കൊച്ചുമകളാണ് അനുപമ രവിശങ്കർ. നന്ദിർശ്ശേരിയിലെ ചന്ദ്രസേനന്റെയും പത്മാവതിയുടെയും ഒരേയൊരു മകൻ രവിശങ്കർ മേനോന്റെയും ഗായത്രി ദേവിയുടെയും ഒരേയൊരു മകളാണ് അനുപമ രവിശങ്കർ. നന്ദിർശ്ശേരിയിലെ മറ്റ് സ്വത്തുക്കളുടെയെല്ലാം ഒരേയൊരു അവകാശി. രജിസ്റ്റർ ഓഫീസിന്റെ മുൻപിൽ 3-4 ഫ്രണ്ട്സിനൊപ്പം നിൽക്കുവാണ് അനുപമയും രാജീവും. അവർ ഇരുവരുടെയും കഴുത്തിൽ ഓരോ റോസാപ്പൂമാലയുണ്ട്. കൂട്ടുകാരോട് എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന അനുപമയെ രാജീവ് കണ്ണെടുക്കാതെ നോക്കി. സിറ്റിയിലെ ഹോസ്പിറ്റലിൽ അനുപമ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1 വർഷമാകാൻ പോകുന്നതേ ഉള്ളൂ. മെറൂൺ സ്ലീവ്ലെസ് ബ്ലൗസും ബ്ലാക്ക് സാരിയുമാണ് അവളുടെ വേഷം. തോളൊപ്പം കളർ ചെയ്ത ചെമ്പൻ മുടിയിഴകൾ അലസമായി അഴിച്ചു വിടർത്തിയിട്ടിരിക്കുന്നു. അലങ്കാരമെന്ന് പറയാൻ നെറ്റിയിലെ ചെറിയ വട്ടപ്പൊട്ടും ചുണ്ടത്ത് മിതമായി ഇട്ടിരിക്കുന്ന ന്യൂഡ് ലിപ്സ്റ്റിക്കും മാത്രം. നൂല് പോലെ അത്രയും നേർത്തൊരു മാലയാണ് കഴുത്തിൽ. രാജീവിന്റെ നോട്ടം വീണ്ടും താഴേക്ക് നീണ്ടു. അത്ര കട്ടിയില്ലാത്ത കറുത്ത സാരിക്ക് മുകളിലൂടെ വെളിവായ വയറും പുക്കിൾച്ചൊഴിയും കാണിക്കെ രാജീവ് മിഴികളൊന്ന് ഇറുക്കി അടച്ചുപോയി. അനുപമയുടെ ജ്വലിച്ചു നിൽക്കുന്ന സൗന്ദര്യത്തിലേക്ക് ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് രാജീവ് നോട്ടം മറ്റെങ്ങോട്ടോ വഴിതിരിച്ചു വിട്ടു. നമുക്ക് പോയാലോ അനു? കൂട്ടുകാർക്കിടയിൽ ഇനിയും സംസാരിച്ചു മതിയാവാതെ സന്തോഷത്തോടെ നിൽക്കുന്നവളെ നോക്കി അല്പം കൂർമ്മതയോടെ അയാൾ ചോദിച്ചു. ഇനിയിപ്പോൾ വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ലല്ലോ, നമുക്ക് പോകാം. രാജീവിന്റെ മാറിമറിയുന്ന ഭാവങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അനുപമ പറഞ്ഞു. അവർ നേരെ പോയത് രാജീവിന്റെ ലക്ഷറി ഫ്ലാറ്റിലേക്കായിരുന്നു. രാജീവിന് അങ്ങനെ പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ല. അതുകൊണ്ടൊക്കെയാണ് ഇത്ര നാളും വിവാഹം കഴിക്കാതെ ഒറ്റത്തടിയായി അയാൾ തുടർന്നതും. ആളും ആരവങ്ങളും ഒന്നുമില്ലാത്ത ആ ഫ്ലാറ്റിലേക്ക് വലതുകാൽ വെച്ച് അനുപമ കയറി. അനുപമയുടെ വിവാഹം കഴിഞ്ഞ വിവരം ഇതുവരെ നന്ദിർശ്ശേരിയിലുള്ളവർ അറിഞ്ഞിരുന്നില്ല. അവർ വിവാഹത്തെക്കുറിച്ച് അറിയുന്ന നിമിഷം മറ്റെന്തിനേക്കാളും അനുപമ ഭയന്നു. അവൾക്ക് ഇപ്പോഴും ഭയമാണ്. അവളുടെ മുത്തശ്ശൻ ചന്ദ്രസേനനെയും അച്ഛൻ രവിശങ്കർ മേനോനെയും. ഇപ്പോഴും മനസ്സിൽ പഴയ ജന്മിവ്യവസ്ഥ വെച്ചു പുലർത്തുന്നവരാണ് അവളുടെ അച്ഛനും മുത്തശ്ശനും. മുത്തശ്ശന്റെ ദൂഷ്യ സ്വഭാവങ്ങൾ ഒരു പരിധിവരെ മുത്തശ്ശിക്കും അറിയാം. അതിന് സപ്പോർട്ട് നിൽക്കുന്നതും മുത്തശ്ശി പത്മാവതിയാണ്. ആ വീട്ടിൽ ആകെ പാവമെന്ന് പറയാൻ ഗായത്രി ദേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പേര് പോലെ തന്നെ സ്വഭാവത്തിലും ഒരു ദേവിയാണവർ. ഒരു തരത്തിൽ രാജീവുമായുള്ള അനുപമയുടെ വിവാഹം പോലും ഒരുതരം രക്ഷപ്പെടലായിരുന്നു. അച്ഛനിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നും മുത്തശ്ശനിൽ നിന്നുമെല്ലാം. അതുകൊണ്ട് തന്നെ രാജീവുമായുള്ള അനുപമയുടെ വിവാഹം ഗായത്രിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷെ ഗായത്രിക്ക് എല്ലാം അറിയാമെന്നുള്ള കാര്യം
രാജീവിൽ നിന്നും അനുപമ മറച്ചുവെച്ചു. ഫോണുമായി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കൊച്ചി നഗരത്തെ മുഴുവനായി നോക്കിക്കാണുവാണവൾ. ഗായത്രിയെ ഫോൺ വിളിക്കാൻ കൂടി ആണ് അനുപമ അവിടേക്ക് വന്നത്. പെട്ടെന്നാണ് പിന്നിലൂടെ 2 കൈകൾ വന്ന് അവളെ വട്ടം പൊതിഞ്ഞത്. അവളുടെ അധരങ്ങളിൽ ഒരു ചിരിമിന്നി. ഞൊടിയിടയിൽ അയാളുടെ കൈക്കൊങ്കളിൽ നിന്നുകൊണ്ട് അവൾ രാജീവിന്റെ അധരം നുകർന്നു. പെട്ടെന്നുള്ള നീക്കമായതുകൊണ്ട് തന്നെ അയാൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അല്പനേരം നീണ്ടുനിന്ന ആ ചുംബനം അവസാനിക്കുമ്പോൾ അവളുടെ മുഖം ചോര തൊട്ടെടുക്കാൻ പാകത്തിന് ചുവന്നു പോയിരുന്നു. രാജീവും അത് ശ്രദ്ധിച്ചു. ആദ്യമായിട്ടായിരുന്നു അവർക്കിടയിൽ ഇങ്ങനൊരു ചുംബനം. അതിന്റെ ജാള്യത രാജീവിന്റെ മുഖത്ത് ആവോളം ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, ഇതൊക്കെ വാരിച്ചുറ്റി. എനിക്ക് ചൂടെടുക്കുന്ന രാജീവ്. സാരിയൊക്കെ വാരിച്ചുറ്റി മുട്ടപ്പം വരെ പൊക്കിപ്പിടിച്ച് നിൽക്കുന്നവളെ കാണുകെ രാജീവിന് ചിരിപൊട്ടി. അയാൾ അവൾക്ക് മാസ്റ്റർ ബെഡ്റൂം കാണിച്ചു കൊടുത്തു. ഹോളിലിരുന്ന അനുവിൻ്റെ ട്രോളി ബാഗ് ഉരുട്ടിക്കൊണ്ട് രാജീവാണ് മുൻപേ നടന്നുപോയത്. അനു ആ റൂം ഒന്നാകെ വീക്ഷിച്ചു. വാളിൽ അനുവും രാജീവും ഒന്നിച്ചുള്ള പഴയ കുറച്ച് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യമായി അവർ കണ്ട നാളുകളിൽ എടുത്തതാണ് ഫോട്ടോസ്. പിന്നെ 1-2 പ്ലാൻസും. താൻ ഡ്രസ് മാറി വരൂ, ഇന്ന് നമുക്ക് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. എനിക്ക് സാധാരണ ക്ലീനിങ്ങും ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ ഒരു ലേഡി വരാറുണ്ട്. ഇനിയിപ്പോൾ അവരോട് വരണ്ടെന്ന് പറയാല്ലേ? അത് ചോദിക്കുമ്പോൾ ഒരു കുസൃതി ഉണ്ടായിരുന്നു രാജീവിൻ്റെ ശബ്ദത്തിൽ. അനുപമയ്ക്ക് കേട്ടത് മനസ്സിലാവാത്തതുപോലെ ഒരു സംശയഭാവം. എന്താ? കാര്യം മനസ്സിലാകാത്തതുകൊണ്ട് ഒരുതരം ആകാംക്ഷ ഉണ്ടായിരുന്നു അവളുടെ ചോദ്യത്തിൽ. അല്ല, ഇനിയിപ്പോൾ താനുണ്ടല്ലോ. അനു കണ്ണു തുറച്ചുകൊണ്ട് രാജീവിനെ നോക്കി. ഡോക്ടർക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? രാജീവ് ഒന്ന് നെറ്റിചുളിച്ചു വന്നപ്പോഴേക്കും അവൾ കാര്യം പറഞ്ഞു. അല്ല, ഞാനുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ ഡോക്ടർക്ക് ധൈര്യമുണ്ടോന്ന്. ഒറ്റ കണ്ണിറുക്കി കണ്ണിൽ കള്ളച്ചിരി ഒളിപ്പിച്ച് ചോദിക്കുന്നവളെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് രാജീവ്. എൻ്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് മര്യാദയ്ക്ക് ഒരു ചായ ഇടാൻ പോലും അറിയത്തില്ല. പഠിച്ചതും വളർന്നതും എല്ലാം ഹോസ്റ്റലിൽ. തറവാട്ടിൽ നിന്നത് വളരെ ചുരുക്കം ദിവസങ്ങളിൽ. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ പഠിക്കാൻ എനിക്ക് എപ്പോഴാ സമയം? അതൊരു നുണയല്ലേ? ഏത്? സംശയത്തോടെ അനുപമ രാജീവിനെ നോക്കി. സമയമില്ലെന്ന് പറയുന്നത്? സമയമില്ലെങ്കിൽ നമ്മൾ കണ്ടെത്തണം. അത്യാവശ്യം കുക്കിംഗ് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? പെട്ടെന്നൊരു ദിവസം മെയ്ഡ് വന്നില്ലെങ്കിൽ നമ്മൾ സ്വയം കുക്ക് ചെയ്യേണ്ടി വരില്ലേ? അത്യാവശ്യം എനിക്ക് തട്ടിയും മുട്ടിയും പോകാനുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ അറിയാം. ഞാനത് പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ഒഴിവു സമയങ്ങളിൽ ഡോക്ടർ പഠിച്ച ഓരോരോ കാര്യങ്ങൾ എനിക്കൂടി പറഞ്ഞതാ. അത് ഗുഡ് ഐഡിയ അല്ലേ? ഓക്കെ, അത് ഞാൻ ഏറ്റു. അതും പറഞ്ഞ് ഡോറ് ചാരി രാജീവ് പുറത്തേക്കിറങ്ങിയ പാടെ അവൾ ഇട്ടിരുന്ന് സാരി അഴിച്ചു. കൊണ്ടുവന്ന ട്രോളി ബാഗിൽ നിന്നും നന്നായി ഇറക്കം കുറഞ്ഞ ഒരു ഷോർട്ട്സും ലൂസ് ടീഷർട്ടും ധരിച്ചു. പിന്നെ വേഗം ഫോണെടുത്ത് ഗായത്രിയെ വിളിച്ചു. അനുവിൻ്റെ കോളിന് കാതോർത്തിരുന്ന പോലെ ആദ്യ ബെല്ലിൽ തന്നെ ഗായത്രി ഫോണെടുത്തു. എന്താ അനു, ഇത്ര നേരമായിട്ട് നീ വിളിക്കാതിരുന്നത്? ബാക്കിയുള്ളവൾ ഇവിടെ തീ തിന്നാ കഴിഞ്ഞത്. ഫോൺ എടുത്ത പാടെ ഒരു ചെറിയ കുട്ടിയെപ്പോലെ പരിഭവങ്ങൾ എണ്ണി എണ്ണി പറയുന്ന അമ്മയുടെ ശബ്ദം കേൾക്കെ അവളുടെ കൺകോണിൽ ഒരു നനവ് പൊടിഞ്ഞു. രജിസ്റ്റർ ഓഫീസിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞോ? നിങ്ങൾ സേഫായി ഫ്ലാറ്റിലെത്തിയോ? ആകുലതയായിരുന്നു ഗായത്രിയുടെ ചോദ്യങ്ങളിൽ നിറഞ്ഞു നിന്നത്. കാരണം നന്ദിർശ്ശേരിയിലുള്ളവരുടെ സ്വഭാവം അവരോളം നന്നായി മറ്റാർക്കാണ് അറിയാവുന്നത്? സ്വന്തം ലാഭത്തിനു വേണ്ടി അനുപമയെ കൊല്ലാൻ പോലും നന്ദിർശ്ശേരിയിലുള്ളവർ മടിക്കത്തില്ലെന്ന കാര്യത്തിൽ ഗായത്രിക്ക് നല്ല വ്യക്തതയുണ്ട്. സൂക്ഷിക്കണം എപ്പോഴും. അവർക്ക് ഈ വിവരങ്ങളൊന്നും അറിയാൻ അധികം സമയം വേണ്ടി വരില്ല. എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അതിനൊരു പ്രത്യാഘാതം ഉണ്ടായിരിക്കും. ഒരു മുന്നറിയിപ്പ് പോലെ എല്ലാ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞുകൊടുത്ത് ഗായത്രി, അമ്മ സേഫായിട്ടിരിക്കണം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തറവാട്ടിലറിഞ്ഞാൽ ഉറപ്പായും അവരമ്മയെ സംശയിക്കും. അത് സാരമില്ല മോളെ, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിന്നോളാം. ഇത്ര നാളും ജീവിച്ചില്ലേ?
അതുപോലെ മുന്നോട്ടങ്ങനെ. ആ വാക്കുകൾ പറഞ്ഞു പൂർത്തിയാക്കും മുൻപ് ഗായത്രിയുടെ ശബ്ദം ഇടറി. തീരെ നിവൃത്തിയില്ലാച്ചാ അമ്മ ഒന്നും നോക്കണ്ട, നേരെ ഇങ്ങോട്ട് വരണം. അപേക്ഷ പോലെ അത്രയും നേർത്തുപോയിരുന്നു ആ സമയത്ത് അനുപമയുടെ ശബ്ദവും. മറുപുറത്ത് ഒരു നീട്ടി മൂളലോടെ. ആ സമയം ഗായത്രി ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഗായത്രി ഈ സമയത്ത് ചങ്കു പൊട്ടി കരയുകയാകുമെന്നോർക്കെ അനുപമയുടെ മിഴികളും നിറഞ്ഞു കവിഞ്ഞു. ഏറെ നേരായിട്ടും വസ്ത്രം മാറാൻ കയറിയ അനുപമയുടെ അനക്കമൊന്നും കാണാഞ്ഞ് രാജീവ് ഡോറിൽ ചെറുതായി നോക്ക് ചെയ്തു. കണ്ണുകൾ അമർത്തി തുടച്ച് മുഖത്തൊരു പ്രസന്നത വരുത്തിക്കൊണ്ട് അനു വാതിൽ തുറന്നു. താൻ കരഞ്ഞോ? അനുവിനെ കണ്ടപാടെ രാജീവ് ചോദിച്ചതാണ്. ഇല്ലല്ലോ. കണ്ണിൽ വിരൽ കൊണ്ട് തടവി ഒന്നും സംഭവിക്കാത്തതുപോലെ സ്വാഭാവികമായി അനു സംസാരിച്ചു. കവളൊക്കെ ചുവന്നു കിടക്കുന്നു, അതുകൊണ്ടാ. രാജീവിന്റെ ആ മറുപടി കേട്ടതും അവൾ കൈകൊണ്ട് കണ്ണു പൊത്താനൊരു പാഴ്ശ്രമം നടത്തി. രാജീവ് ഒന്ന് ബലമായി ആ കൈകളെ മോചിപ്പിച്ചതും ഒരു പൊട്ടിക്കരച്ചിലോടെ അനു രാജീവിന്റെ തോളിലേക്ക് മുഖം അമർത്തി. എന്നെ ഓർത്ത് അവരെല്ലാം ദുഃഖിക്കും. കരച്ചിലിനിടയിലും അറിയാതെ അനു പറഞ്ഞു. നിന്നെ ഓർത്ത് അവരോരോരുത്തരും ദുഃഖിക്കണം, നീറണം, നീറി നീറി ശിഷ്ടകാലം ജീവിക്കണം. അതരങ്ങൾക്കിടയിൽ വെച്ച് അത്രയും പിറുപിറുത്തപ്പോൾ രാജീവിന്റെ മുഖത്ത് ക്രൂരമായൊരു ചിരി വിടർന്നു. അവന്റെ തോളിൽ മുഖം ഒളിപ്പിച്ച് കിടന്നതിനാൽ അനു ആ വകഭാവങ്ങളൊന്നും കണ്ടിരുന്നതുമില്ല. രാജീവ് പതിയെ അവളെ അടർത്തി മാറ്റി. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ, പിന്നെന്താ അനു? ഏ? ഒന്നുമില്ലെന്ന് അവൾ ചുമൽ കൂച്ചി. വാ, ഭക്ഷണം കഴിക്കാം. ഫുഡ് വന്നിട്ട് കുറച്ച് സമയമായി. രാജീവ് അവളെ നിർബന്ധിച്ച് തീന്മേശയ്ക്കരികിലേക്ക് കൊണ്ടുവന്നു. പൊതി തുറന്ന് ഓരോരോ വിഭവങ്ങളായി അവൾക്ക് വിളമ്പിക്കൊടുത്തു. കണ്ണിൽ പ്രണയം നിറച്ചവൾ രാജീവിനെ നോക്കി. ഭക്ഷണം കഴിഞ്ഞ് ലിവിംഗ് റൂമിലെ സോഫയിൽ ഫോണിൽ നോക്കി കിടക്കുവാണ് രാജീവ്. അനുപമ സാവധാനം നടന്ന് അയാളുടെ അരികിൽ വന്നു. അവൾ അടുത്തു വന്നിരുന്നതും രാജീവ് തലയുയർത്തി അവളുടെ മടിയിലേക്ക് വെച്ചു. അനുപമ മെല്ലെ രാജീവിന്റെ മുടിയിഴകളിൽ കൂടി വിരലൊടിച്ചു. പെട്ടെന്നായിരുന്നു. കയ്യിലിരുന്ന ഫോൺ മാറ്റി വെച്ചുകൊണ്ട് രാജീവ് ഒന്ന് തിരിഞ്ഞ് അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തിയത്. അവന്റെ അതിരങ്ങളുടെ ചൂട് വയറിൽ അറിഞ്ഞതും ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്ന് നിശ്ചലയായിപ്പോയി അനുപമ. ഉള്ളിൽ തിളച്ചുമറിയുന്ന വികാരങ്ങൾ അടക്കി പിടിക്കാൻ എന്നതുപോലെ അവൾ രാജീവിന്റെ മുടിക്കിടയിലേക്ക് വിരൽ കോർത്തു വലിച്ചു. അവളുടെ ആ പ്രവൃത്തി രാജീവിൽ കൗതുകമുണർത്തി. അയാളുടെ അതിരങ്ങൾ കൂടുതൽ ശക്തിയിൽ അനുപമയുടെ വയറിലേക്ക് അമർന്നു. ഇത്തവണ അതിരങ്ങൾക്കൊപ്പം പല്ലുകളും ചെറുതായി ആഴ്ന്നു. അനുപമ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. ഏറെ നേരമായിട്ടും രാജീവിൽ നിന്നും പ്രതികരണം ഒന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് മെല്ലെ കണ്ണു തുറന്ന് അയാളെ നോക്കാൻ തുടങ്ങിയതും അനുപമയുടെ മുഖത്തൊരു ചമ്മൽ. അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കിടക്കുകയാണ് രാജീവ്. ധൃതിയിൽ അവനെ മടിയിൽ നിന്ന് തള്ളിമാറ്റാൻ അവൾ ശ്രമിച്ചു. രാജീവിനെ പോലെ ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളെ തള്ളിമാറ്റാൻ അവളുടെ കുഞ്ഞു കൈകൾക്ക് ആകുന്നില്ലായിരുന്നു. എങ്കിലും ഒരുവിധം അവന്റെ തല താഴേക്ക് വെച്ചുകൊണ്ട് അവൾ ബാൽക്കണിയിലേക്ക് ഓടി. പിന്നാലെ രാജീവും. അനുപമയുടെ ചിരിയും ശബ്ദവും കൂടുതൽ ഉച്ചത്തിലായി. അന്ന് വൈകുന്നേരം അവർ രണ്ടുപേരും പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിച്ചു. ഒരു സിനിമയൊക്കെ കണ്ടു. ഒരുപാട് നേരം അവർ പുറത്ത് ചിലവഴിച്ച ശേഷമാണ് മടങ്ങി വീട്ടിലെത്തിയത്. രാത്രിയായപ്പോൾ അനുപമയ്ക്ക് വീണ്ടും പരിഭ്രമം. ഒരു കണ്ണാലെ അവളുടെ പ്രവൃത്തികളെല്ലാം വീക്ഷിച്ചു നിന്ന് രാജീവിന് ഉള്ളിൽ ചിരി വന്നെങ്കിലും അത് പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ല അയാൾ. തനിക്ക് നാളെ മോർണിംഗ് ഡ്യൂട്ടി ഉള്ളതല്ലേ, സമയം വൈകണ്ട, കിടന്നോളൂ. രാജീവിന്റെ ഭാഗത്തു നിന്നും അങ്ങനൊരു സംസാരം കേട്ടതും അനുപമ ബെഡിന്റെ ഒരറ്റത്ത് സ്ഥാനം പിടിച്ചു. വൈകിക്കിടന്ന എഴുന്നേക്കാനും വൈകും എന്ന് വെച്ച് എല്ലാ ദിവസവും ഈ ഇളവ് പ്രതീക്ഷിക്കണ്ട. ആ വാക്കുകൾക്ക് അല്പം ഊന്നൽ നൽകിയാണ് രാജീവ് പറഞ്ഞത്. അയാൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായതും ചുവന്നുപോയി അനുപമ. രാജീവും അത് ശ്രദ്ധിച്ചു. അനു ഉറങ്ങാൻ കിടന്നപ്പോൾ തന്നെ രാജീവ് ബാൽക്കണിയിലേക്ക് നടന്നു. കുറേ നേരം വായനയും മറ്റുമായി അവിടെ ചെലവഴിച്ചു.
ശേഷം അയാൾ റൂമിൽ വന്നപ്പോൾ അനു ഉറക്കം പിടിച്ചു. കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് അതിലേക്ക് കവിളമർത്തി ഒരു ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കതയോടെ കിടന്നുറങ്ങുന്നവളെ അയാൾ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകളിൽ പക ആളിക്കത്തി. നീ ഒരുങ്ങിയിരുന്നു അനുപമ, രാജീവിൻ്റെ താപത്തെ നേരിടാൻ. നിന്നെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് താഴേക്കിടുന്ന ഒരു ദിനം വരും. അധികം വിദൂരമല്ലത്. അന്ന് നീയും ചങ്കു പൊട്ടിക്കരയും. ആ ഓർമ്മയിൽ പോലും രാജീവിൻ്റെ മുഖം തിളങ്ങി. അവരിരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നൊരു ശ്രുതിയുണ്ട് ഹോസ്പിറ്റലിൽ മുഴുവനും. പക്ഷെ അതൊരു വിവാഹത്തിലേക്ക് എത്തിയ വിവരം അവരുടെ ഏറ്റവും അടുത്ത 3-4 സുഹൃത്തുക്കളിൽ മാത്രം ഒതുങ്ങി നിന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അനു എണീറ്റ് റെഡിയായപ്പോൾ മെയ്ഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒരു സ്പെയർ കീ രാജീവ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അനു റെഡിയായി പുറത്തേക്ക് വന്നതും അവർ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. രാജീവ് സാർ പറഞ്ഞിരുന്നു ഇനി മുതൽ മേഡവും കാണുമെന്ന്. പുഞ്ചിരിയോടെയാണ് അവർ സംസാരിക്കുന്നത്. എന്നെ മേഡോന്നൊന്നും വിളിക്കണ്ട, ചേച്ചി അനുപമ എന്ന് വിളിച്ചോളൂ. അത് അതെങ്ങനാ? അവർക്ക് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി അവൾക്ക്. എങ്കിലൊരു കാര്യം ചെയ്യൂ, അനുന്ന് വിളിച്ചോളൂ. അവർ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി. കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ വേണ്ടത്? ഒരു കോഫി മാത്രം മതി, മധുരം കുറച്ച്. തലയാട്ടിക്കൊണ്ട് അവരടുക്കളയിലേക്ക് നടന്നതും പിന്നാലെ അനുപമയും പോയി. കിച്ചൺ സ്ലാബിൽ ചാരി നിൽക്കുകയാണ് അനുപമ. ചേച്ചിയുടെ പേര് പറഞ്ഞില്ല? കലയെന്ന മോളെ. ആദ്യ കാഴ്ചയിൽ തന്നെ അനുപമയ്ക്ക് അവരോട് ഒരു ഇഷ്ടം തോന്നി. അത് അവരുടെ നിഷ്കളങ്കത കൊണ്ട് മാത്രമായിരുന്നു. ഉച്ചത്തേക്ക് ഫുഡ് എന്താ വേണ്ടത്? പിന്നെയും കലയുടെ ശബ്ദം. സാധാരണ ഇവിടെ ഉണ്ടാക്കുന്ന എന്തായാലും മതി. ഞാൻ മിക്കപ്പോഴും ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കാറ്. എൻ്റെ ഷിഫ്റ്റ് 7 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ വൈകിട്ട് വരും. അതിനും മറുപടിയായി കലയൊന്ന് ചിരിച്ചു. അനുപമയ്ക്ക് അവരോട് കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ സമയം 6:30 അടുത്തതിനാലും അവിടെ നിന്നും ഏകദേശം 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഹോസ്പിറ്റലിലേക്കും. അതുകൊണ്ട് തന്നെ കലയോട് ബൈ പറഞ്ഞ് അനുപമ നേരെ റൂമിലേക്ക് വന്നു. രാജീവ് നല്ല ഉറക്കമായതിനാൽ അവൾ ജോലിക്ക് പോയെന്ന കാര്യം കലയോട് പറഞ്ഞേൽപ്പിച്ചു. അവൾ പാർക്കിങ്ങിലേക്ക് നടന്നു. ഇന്നലത്തെ കൂട്ടുകാരിൽ ഒരാളെ കൊണ്ട് അവളുടെ കാറ് അവർ താമസിച്ച ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക് ഇടിപ്പിച്ചിരുന്നു. അതിലായിരുന്നു അവളുടെ യാത്ര. ഹോസ്പിറ്റലിൽ ചെന്ന് പതിവ് പോലെ അവൾ ഡ്യൂട്ടി തുടർന്നു. അതിനിടയ്ക്ക് രാജീവിൻ്റെ കോൾ അവളെ തേടിയെത്തി. വളരെ സന്തോഷത്തോടെയാണ് അവരിരുവരും ഫോണിൽ സംസാരിച്ചത്. രാജീവിനൊന്ന് ഓഫായതിനാൽ മുഴുവൻ സമയവും അയാൾ വീട്ടിൽ തന്നെ ചിലവഴിച്ചു. വൈകിട്ട് അനു വരാൻ സമയമായപ്പോൾ കിച്ചണിൽ കയറി വൈകുന്നേരത്തെ ചായയ്ക്ക് വേണ്ടി കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കി. നല്ല ചൂട് കട്ട്ലറ്റിൻ്റെ മണം മൂക്കിൽ കിട്ടിയതും അവൾ നേരെ കിച്ചണിലേക്ക് നടന്നു. രാജീവ് അവളെ ഒരുവിധം ഉന്തിത്തള്ളി കുളിക്കാൻ പറഞ്ഞു വിട്ടു. തിരികെ കുളിച്ചിറങ്ങി തല പോലും ശരിക്ക് തോർത്താതെ അവൾ വേഗം കിച്ചണിലേക്ക് ഓടി. തിളപ്പിച്ചെടുത്ത കോഫി കപ്പിലേക്ക് പകരുകയാണ് രാജീവ്. അപ്പോൾ അവൾ ഓടിച്ചെന്ന് ഒരു കട്ട്ലറ്റ് എടുത്ത് വായിലേക്ക് വെച്ചു. ചൂട് കാരണം അതുപോലെ തന്നെ അത് തിരിച്ചെടുത്തവൾ. അവളുടെ ആ പ്രവൃത്തി കാണുക രാജീവിന് ചിരി പൊട്ടി. ഇന്ന് ക്യാൻറ്റീനിലെ ഫുഡ് ഒരു വകയ്ക്കും കൊള്ളില്ലായിരുന്നു. ചോറൊക്കെ വെന്തൊരുമാതിരിയായി. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. എങ്കിൽ തനിക്ക് മറ്റെന്തെങ്കിലും വാങ്ങി കഴിക്കാറുന്നില്ലേ? ഓ, പിന്നൊന്നും കഴിക്കാൻ തോന്നിയില്ല. വിശന്നിരിക്കരുത്, സമയത്ത് ആഹാരം കഴിക്കണ്ടേ? ഇതൊക്കെ ഇനി എന്തു പഠിക്കാനാ? അല്പം ചൊടിയോടെ ചോദിക്കുന്ന രാജീവിനെ അവൾ കണ്ണെടുക്കാതെ നോക്കി. അമ്മ മാത്രമേ എന്നോട് ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. ഡോക്ടർ പൊളിയാണ് കേട്ടോ. രാജീവിൻ്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അല്പം ചുവന്നുപോയൊരു മൂക്കിൻ തുമ്പോടെ അവളെ കപടദേഷ്യത്തെ നോക്കി രാജീവ്. ഹോസ്പിറ്റലിലെ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അവരിരുവരും ചായ കുടിച്ചു. സാധാരണ ഓഫുള്ള ദിവസങ്ങളിൽ ഞാൻ ചായ കുടിക്കുന്നത് 4-5 മണിയൊക്കെ ആവുമ്പോഴാണ്. ആ സമയം കല വരും. അപ്പോഴവർ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കും. പിന്നെ ഇന്ന് താൻ നേരത്തെ വരുമല്ലോ എന്ന് കരുതിയാ ഞാൻ അടുക്കളയിൽ കയറിയത്. അതെന്തായാലും നന്നായി. ഒരാനെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോഴാ ഒന്ന് ആശ്വാസമായത്.
വയറ് തടവി പറയുന്നവളെ രാജീവ് അലസമായി ഒന്ന് നോക്കി. അവളുടെ മിഴികൾ അപ്പോഴും ടി വിയിലാണ്. വൈകിട്ട് കല വരും രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ. സ്പെഷ്യൽ എന്തെങ്കിലും വേണമെങ്കിൽ താൻ കലയോട് പറഞ്ഞാൽ മതി. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ഞാൻ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. ഓക്കെ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അനു കുറച്ചു നേരം കയറിക്കിടന്നു. അപ്പോഴേക്കും രാജീവ് പോയിരുന്നു. അവൾ മയക്കം വിട്ടുണരുമ്പോൾ കല അടുക്കളയിൽ കാര്യമായ പാചകത്തിലാണ്. പക്ഷെ അവളുടെ ശ്രദ്ധ അത്രയും പോയത് ലിവിംഗ് റൂമിലെ ടേബിളിന്റെ മുകളിൽ എന്തോ എഴുതുന്ന ഒരു കൊച്ചു കുട്ടിയിലേക്കാണ്. കലയുടെ കുട്ടിയായിരിക്കുമെന്ന് ചിന്തിച്ചു അനുപമ. പക്ഷേ കാഴ്ചയിൽ അവരുമായി യാതൊരു സാമ്യവുമില്ലാത്ത കുട്ടി. നന്നേ വെളുത്ത് രണ്ടറ്റത്തും മുടി കൊമ്പൊക്കെ കെട്ടി മാലാക പോലൊരു കുഞ്ഞ്. പെട്ടെന്ന് അനുപമയെ കണ്ടതും ആ കുട്ടി എഴുന്നേറ്റു. കൈകൊണ്ടിരിക്കാൻ അനുപമ ആംഗ്യം കാണിച്ചു. അപ്പോഴേക്കും കല അവിടേക്ക് വന്നു. എൻ്റെ മോളാ അത്. അനുപമയ്ക്ക് ആ കുട്ടിയെ മനസ്സിലായില്ലെങ്കിലോ എന്നോർത്ത് കല പറഞ്ഞു. മോൾക്ക് കുടിക്കാൻ കോഫി എടുക്കട്ടെ? അനുപമയോടായി കല ചോദിച്ചു. വേണ്ടേ ജി. വൈകിട്ട് വന്നപ്പോൾ തന്നെ രാജീവ് കോഫിയൊക്കെ ഉണ്ടാക്കി തന്നു. അടുക്കളയിലേക്ക് നടന്ന കലയ്ക്ക് പിന്നാലെ അനുവും പോയി. ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് തണുത്ത വെള്ളമെടുത്ത് കുടിച്ചവൾ ആ സമയം കൊണ്ട് എന്തോ പറയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കല. അത് മനസ്സിലായതുകൊണ്ട് തന്നെ അവരെ കേൾക്കാൻ എന്നതുപോലെ അനു അവിടെ ഇരുന്നു. സ്കൂള് വിട്ടുകഴിഞ്ഞാൽ ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോരും മോളെ. എനിക്ക് ഇവിടെ കഴിഞ്ഞ് വേറൊരു ഫ്ലാറ്റിൽ കൂടി പോകാനുണ്ട് രാത്രിയിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ. അവിടെയും പോയിട്ട് ഞങ്ങൾ ഒന്നിച്ചങ്ങ് വീട്ടിലേക്ക് പോകും. ഈ വന്ന കാലത്ത് അവളെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ എങ്ങും സമാധാനത്തോടെ പോയി നിൽക്കില്ല മോളെ. ഒരമ്മയുടെ എല്ലാ ആകൃതകളും ഉണ്ടായിരുന്നു അവരുടെ സംസാരത്തിൽ. ആ സമയം അനുപമയ്ക്ക് ഗായത്രി ഓർമ്മ വന്നു. മോളുടെ അച്ഛൻ? അനുവിൻ്റെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ കലയുടെ ആ നിൽപ്പിൽ അങ്ങനൊരു ചോദ്യം അവരോട് ചോദിക്കണ്ടായിരുന്നുവെന്ന് അനുവിന് തോന്നിപ്പോയി. അവളുടെ അച്ഛനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അങ്ങേര് ചോളുള്ളവനായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ രാപ്പകല് കിടന്ന് ഓടേണ്ടി വരില്ലായിരുന്നു മോളെ. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ പണിക്ക് വന്നതാണ് അയാൾ. ഞാൻ 3 ആങ്ങളമാർക്ക് ഒറ്റ പെങ്ങളായിരുന്നു. അത്യാവശ്യം നല്ല സ്ഥിതിയുള്ള കുടുംബമായിരുന്നു. അത്രയും പറഞ്ഞപ്പോൾ തന്നെ അവരിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. പറഞ്ഞിട്ട് എന്താകാനാ, വിധി ഇങ്ങനായി പോയില്ലേ. ഏതോ ഒരു ഓർമ്മയിൽ കലയത് പറയുമ്പോൾ അവരുടെ മിഴികളും ചെറുതായി നിറഞ്ഞിരുന്നു. അവർക്ക് ഒരുപാട് എന്തൊക്കെയോ പറയാനുള്ളതുപോലെ അനുവിന് തോന്നി. ഞങ്ങൾക്ക് വീടിനോട് ചേർന്ന് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ എൻ്റെ ഒരു മാമൻ്റെ കൂടെ പണിക്ക് വന്നതാ മോളുടെ അച്ഛൻ. അന്നത്തെ പ്രായമല്ലേ, ഏതോ ഒരു സമയത്ത് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. വീടും വീട്ടുകാരും എല്ലാം അറിഞ്ഞു. അന്നത് വലിയ പ്രശ്നമായി. ആങ്ങളമാരൊക്കെ കൂടി എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഒന്നും അത്ര നല്ലതല്ലെന്നാണ്. പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയമല്ലേ, അന്നതൊന്നും വിലപ്പോയില്ല. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇങ്ങേരുടെ കൂടി ഇറങ്ങിപ്പോന്നു. എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ ആങ്ങളമാർ വന്നപ്പോഴേക്കും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ അവിടെ ഇവിടെയൊക്കെ മുറിയെടുത്ത് നിന്നു. ഒടുവിൽ അയാളുടെ കൂടെ നാട്ടിൽ വന്നപ്പോഴാണ് സത്യങ്ങളൊക്കെ അറിയുന്നത്. അയാൾ മുമ്പൊന്ന് കല്യാണം കഴിച്ചതാ. അതുമാത്രോ, അതിലൊരു കുട്ടിയും ഉണ്ടായിരുന്നു, ഒരു പൊടിക്കുഞ്ഞ്. ഞാൻ വരുമ്പോൾ ലച്ചുമോക്ക് 6 മാസം പ്രായം. ഇവളെ പ്രസവിച്ച ശേഷം ഇവളുടെ അമ്മ മരിച്ചുപോയി. അമ്മൂമ്മ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാണ് അയാൾ എന്നെ വിവാഹം കഴിച്ചത്. ഞാനിതെല്ലാം അറിഞ്ഞ് തകർന്നു പോയി മോളെ. തിരിച്ച് വീട്ടിലേക്ക് ചെന്നെങ്കിലും അവരെന്നെ കയറ്റിയില്ല. ഇനി ഇങ്ങനൊരു മകളില്ലെന്ന് പറഞ്ഞു. പിന്നെ പോകാനൊരിടമില്ലാതായപ്പോൾ അങ്ങേരുടെ കൂടെ തന്നെ ജീവിച്ചു. കഴിഞ്ഞ വർഷം അമ്മൂമ്മ മരിച്ചു. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നായപ്പോൾ പതിയെ പതിയെ അങ്ങേര് കൂടി തുടങ്ങി. ആദ്യം എവിടുന്നെങ്കിലും കുടിച്ചിട്ട് വരുമായിരുന്നു പതിവ്. പിന്നെ വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കാൻ തുടങ്ങി.
ഇപ്പോഴിപ്പോൾ കൂട്ടുകാരെയും വിളിച്ചു കയറ്റിയ മദ്യസേവ. അതോടെ ഞാൻ മോളെ എൻ്റെ കൂടെ നിർത്താൻ തുടങ്ങി. എനിക്ക് പേടിയാ മോളെ. അത് പറഞ്ഞപ്പോൾ കല വിതുമ്പിപ്പോയി. അനുപമയും വല്ലാതായിപ്പോയി അവരുടെ കഥകൾ കേട്ടപ്പോൾ. അന്ന് പണിയൊക്കെ തീർത്ത് കല പോയിട്ടും അനുപമ കലയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു രാജീവൻ സുഹൃത്തിനെ കണ്ട് മടങ്ങി വന്നതും. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ ആലോചനയിലിരിക്കുന്ന അനുവിനെ രാജീവ് ശ്രദ്ധിച്ചു. രാത്രി കിടക്കാൻ നേരവും അവൾ അങ്ങനെ തന്നെയിരുന്നു. എന്തു പറ്റിയനു? താൻ ഓക്കെ അല്ലേ? അതെ. പിന്നെന്താ ഒരു ആലോചന? ഞാനിവിടെ ജോലിക്ക് വരുന്ന ചേച്ചിയില്ലേ, കല, അവരെക്കുറിച്ച് ഓർക്കുമായിരുന്നു. പിന്നീട് കലയിൽ നിറഞ്ഞ ഓരോരോ കാര്യങ്ങളായി അവൾ രാജീവിനോട് പറഞ്ഞു. ഓ, കലയ്ക്ക് ഇങ്ങനൊരു സ്റ്റോറി ഉണ്ടായിരുന്നോ? രാജീവിന് അത്ഭുതം തോന്നി. പാവമുണ്ടല്ലേ, പ്രണയിച്ച് വിശ്വസിച്ച് അയാൾക്കൊപ്പം ഇറങ്ങിച്ചെന്നിട്ട് ഇങ്ങനൊരു വിധി. അവരെന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് അനുപമയുടെ നാവിൽ നിന്നും അത് കേൾക്കെ അടി കൊണ്ടതുപോലെ നിന്നുപോയി രാജീവ്. തുടരും.